പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയതിന് പിന്നാലെ ജീവന് ഭീഷണിയുള്ളതായി പരാതിക്കാരി. എഫ്ഐആർ ഉടൻ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് അതിജീവിത മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പാർപ്പിക്കണമെന്നും നീതി നടപ്പാക്കി തരണമെന്നും പരാതിയിൽ പറയുന്നു. പരാതി ഒതുക്കി തീർക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും പോലീസ് ശ്രമിക്കുന്നതായും അതിജീവിത ആരോപിക്കുന്നു. പരാതിയുടെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. ടി വി പ്രസാദ്, പരാതിക്കാരിക്ക് ഇമെയിലായും ഒപ്പം നേരിട്ടും നൽകിയ പരാതികളിന്മേൽ തുടർ നടപടികൾ ഉണ്ടാകാത്ത ഘട്ടത്തിലാണോ ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ അടുത്തേക്ക് എത്തേണ്ടി വന്നിരിക്കുന്നത്? അവരിപ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് പ്രസാദ്? വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് സുജി അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടൊരു നടപടിയുമായില്ല. അങ്ങനെയാണ് ഇന്നലെ രാവിലെ 9 മണിയോടുകൂടി പരാതിക്കാരി നേരിട്ട് പൊന്നാനി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. അവിടെ മൊഴി പോലും അടക്കാൻ തയ്യാറായില്ല. പിന്നീട് നോക്കാം എന്ന നിലയിൽ പറഞ്ഞു വിടുകയും ചെയ്ത് 376 കൊഗ്നിസിബിൾ ഓഫൻസ് ആണ്. അതിലപ്പോൾ തന്നെ നടപടി എടുക്കേണ്ടതാണ്, എഫ്ഐആർ ഇടേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഉണ്ടായില്ലെന്ന് മാത്രമല്ല സുജയ, പല ആളുകളെ വിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. ഒരു മകനോടൊപ്പം ഒരു വീട്ടിലാണ് അവരവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട്, ഭീഷണികൾ എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ പരാതിയിൽ നിന്ന് പിൻവലിപ്പിക്കാൻ വലിയ നീക്കം നടക്കുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഉന്നതരായ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എത്രയും പെട്ടെന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ആവശ്യം. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവർ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ പോലീസ് മേധാവി മുമ്പാകെ അവരുടെ അഭിഭാഷകൻ വഴി ആവശ്യപ്പെടുകയാണ്. അതിനിപ്പോൾ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന നടപടിയിലേക്ക് പോയില്ല എങ്കിൽ കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം. മാത്രമല്ല അതേസമയം മറുഭാഗത്ത് CI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവർക്കെതിരെ പരസ്യമായി മാധ്യമങ്ങളിൽ വന്ന് ഒരു മോശക്കാരിയായ സ്ത്രീയാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അതിനെതിരെയും പരാതിയിൽ പരാമർശമുണ്ട്. സുജയ. ഓക്കെ, ടി വി പ്രസാദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.